മോനെ ഇതെങ്ങനെയാണ് തുണികൾ മടക്കാൻ പഠിപ്പിച്ചത് എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവൻ ഓടിപ്പോണത് കാരണം ജോലികളൊക്കെ പെൻഡിങ് ആവും. കാരണം ഓടിപ്പോകുന്ന ഒരാളെ ബാക്കിൽ തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കണം. അതിൻ്റെ ഇടയിൽ ജോലികളൊക്കെ സാധാരണ വീട്ടിലെ ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ. അത് ചെയ്യുമ്പോൾ ഇവൻ എൻ്റെ കൂടെ നിന്നേ മതിയാവുള്ളൂ. അക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഇവനെ ഇത് ചെയ്യിപ്പിക്കാനൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അവൻ്റെ 2 കൈ കൊണ്ട് പിടിച്ചിട്ട് അവൻ്റെ കൈ കൊണ്ട് തന്നെ ഒരു തുണിയുടെ 2 അറ്റഭാഗവും ഞാൻ പിടിപ്പിക്കും. ആദ്യമൊന്നും പിടിക്കൂല, നിലത്ത് വീഴും. എൻ്റെ എല്ലാ ജോലികളും എപ്പോഴും ഒരുപാട് സമയമെടുത്തിട്ടായിരിക്കും. കാരണം ഞാൻ ഇവനെ ഉൾപ്പെടുത്തുന്നത് കൊണ്ടാണ്. അങ്ങനെ കാലക്രമേണ ഓരോന്ന് ഇവൻ പഠിച്ചെടുക്കുകയായിരുന്നു. 2 അറ്റഭാഗവും പിടിച്ച് പിന്നെ നമ്മൾ ഓരോ തുണികൾക്കും ഓരോ രീതിയിലാണല്ലോ മടക്കുന്നത്. മാക്സി ആണെങ്കിലും പുതപ്പാണെങ്കിലോ അല്ലെങ്കിൽ പാൻറ്റും എല്ലാം വേറെ വേറെ രീതിയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും നമ്മളതിനെ ഉൾപ്പെടുത്തുമ്പോൾ കാലക്രമേണ അവനത് പഠിച്ചെടുക്കുകയാണ്. പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ നിന്ന് തരില്ല, ചിലപ്പോൾ ദേഷ്യം പിടിക്കും, എന്നെ പിടിച്ചമർത്തും. ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവൻ എൻ്റെ കൂടെ നിൽക്കേണ്ടത് കൊണ്ട് ഞാൻ അതിനൊക്കെ തരണം ചെയ്ത് കൂടെ നിർത്തി. ഇപ്പോൾ അവൻ എനിക്ക് സത്യത്തിൽ എല്ലാം ചെയ്തു തരും. ഒരുവിധം കാര്യങ്ങളൊക്കെ അവൻ ക്യാച്ച് ചെയ്തെടുത്തു. പിന്നെ ഓട്ടിസം ആദ്യമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എല്ലാവരും ചോദിച്ചു. ഞാൻ 2ാമത്തെ മോനെ ഗർഭിണിയായി നാട്ടിലെത്തിയപ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് എന്താണെന്ന് തന്നെ അറിഞ്ഞത്. അതിന് മുമ്പ് വരെ ഞാനിങ്ങനെ ഒരു പേരേ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഗൾഫിലായിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ എന്താ ഇവനൊന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, പൊതുവേ ഗൾഫിലുള്ള കുട്ടികളൊക്കെ ഒന്ന് മെല്ലെ ഉള്ളൂ. ബുദ്ധിയില്ലാത്ത കുട്ടിയെന്ന് എനിക്ക് ഒരിക്കലും ഇവനെ എൻ്റെ കാഴ്ചയിൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഓട്ടിസം അങ്ങനെയാണ്. ബുദ്ധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിയുണ്ട്, എന്നാൽ ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല, അങ്ങനെ എനിക്ക് തോന്നും. കാരണം ഇവരുടെ കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് നല്ല ബുദ്ധി കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർക്ക് ബുദ്ധിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും വളരെ പ്രയാസമായിരിക്കും ഇവരുടെ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട്. ചെറുപ്പത്തിൽ എല്ലാ ഉമ്മാരെയും പോലെ തന്നെ ഞാനും ഉമ്മ ഉപ്പ എന്നൊക്കെ വിളിക്കാൻ വേണ്ടി പഠിപ്പിക്കും. അപ്പോൾ കാണാം മൂപ്പര് ചെവി 2ഉം പൊത്തും. അതായത് എനിക്കിത് പറയണ്ടാന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കും ഇവനിക്കിത് പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും. എന്നാൽ ഇവന് ഒരു ബുദ്ധിയുള്ള കുട്ടിയെപ്പോലെ തന്നെയാണ്. അവൻ ഒരു കളിപ്പാട്ടം മടക്കി വെക്കുമ്പോൾ അല്ലെങ്കിൽ അവനിക്ക് മുട്ട ഇഷ്ടമായിരുന്നു. അപ്പോൾ എൻ്റെ കൈ പിടിച്ചിട്ട് മുട്ടാൻ്റെ അടുത്തേക്ക് ചൂണ്ടിക്കാണിക്കും. അപ്പം ഞാൻ ആ മുട്ട ഉണ്ടാക്കി കൊടുക്കും. ഈ 2 കാര്യം കൊണ്ട് തന്നെ ഒരാൾക്ക് ബുദ്ധി ഇല്ല എന്നുള്ളത് നമുക്ക് തോന്നില്ലല്ലോ. അതുതന്നെയാണ് എനിക്കും.